ഇത് നമ്മുടെ ഗോൾഡൻ പോസ്റ്റിലും ബ്രഹ്മയാണ് കേട്ടോ. ഇത് റിയൽ ഓണാഗോഡറിയാണ്. ബ്രഹ്മനേക്കാളും വലുതാവുന്ന ഒരു ബ്രീഡാണ് കേട്ടോ. ഗോൾഡൻ ലേസ്ഡ് ഓർഫിൻഡൻ എന്ന് പറയും. പോളിഷ് ക്യാപ്പ്, നല്ല പെറ്റായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വെറൈറ്റി അലങ്കാര കോഴികളുള്ള ഒരു ഫാമിലാണ് ഞാനിപ്പോൾ. നമ്മുടെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയുള്ള നമ്മുടെ പെറ്റ്സു സൈറസ് ബ്രോയുടെ ഫാമാണ്. ഏകദേശം ഒരു 10-20ഓളം വർഷമായിട്ട് സൈറസ് ബ്രോ ഈ ഒരു ഫീൽഡിനകത്തുണ്ടോ. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ളതും ഇല്ലാത്തതായിട്ടുള്ള എല്ലാ വെറൈറ്റി അലങ്കാര കോഴികളും, അത് ചെറുത്, ലോകത്തിലെ ഏറ്റവും ചെറിയ കോഴികൾ മുതൽ ഏറ്റവും വലിയ കോഴികൾ വരെ നമ്മുടെ ഈ ഒരു ഫാമിനകത്തുണ്ട്. കണ്ടല്ലോ. മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുള്ള കേരളത്തിലെ ഒട്ടുമിക്ക റിസോർട്ടുകൾ, പാർക്കുകൾ എല്ലായിടത്തും തന്നെ കൂടുതലും നമ്മുടെ പെറ്റ്സുകളിൽ നിന്നുള്ള അലങ്കാര കോഴികളാണ് പോയിട്ടുള്ളത് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെറ്റ്സിൻ്റെ ഒരു പാർക്ക് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു റിസോർട്ടൊക്കെ ആരംഭിച്ചിട്ട് അവിടോട്ടൊക്കെ നിങ്ങൾ അലങ്കാര കോഴികൾ, അതുപോലെ തന്നെ അലങ്കാര താറാവുകൾ, ഇതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈറസ് ബ്രോയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഭയങ്കര ഭംഗിയാണ് ഇവരുടെ ഒരു കളർ കാണാൻ വേണ്ടിയിട്ട്. അധികം പ്രായമായിട്ടില്ല, ഒരു 4 മാസമായ ഗോൾഡൻ പോസ്റ്റിലും ബ്രഹ്മയാണ് കേട്ടോ. അത് ഇതിൻ്റെ കളറാണ് മെയിനായിട്ട്. ഇവരുടെ കളർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവൻ നമ്മുടെ വിയറ്റ്നാമിൽ നിന്ന് നമ്മുടെ ഫാമിലേക്ക് എത്തിയിട്ടുള്ള അതിഥിയാണ്. ഇത് വളരെ ചെറിയ ചിക്കാണ്, ഇതിൻ്റെ ടെയിൽ ഇറങ്ങിയിട്ടില്ല. റിയൽ ആയിട്ട് ടെയിൽ തന്നെ ഒരു ബ്രീഡാണ്. ഓണാഗോഡറിയിൽ തന്നെ ഇതിൻ്റെ ടെയിൽ ഏകദേശം ഒരു 6 ഫീറ്റ് എബോവ് തന്നെ ഒരു ബ്രീഡാണ്. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ജൂബിലി ഓർഫിൻഡൻ ഉണ്ട്, ഗോൾഡൻ ലേസ്ഡ് ഓർഫിൻഡൻ ഉണ്ട്, പിന്നെ ബ്ലാക്ക് മോട്ടിൽഡ് ഓർഫിൻഡൻ, സിൽവർ മോട്ടിൽഡ് ഓർഫിൻഡൻ ഒക്കെ നമുക്ക് നമ്മുടെ ഫാമിൽ ആയി വരുന്നുണ്ട്. ഇത് നമുക്ക് കോഴികളൊക്കെ വളർത്തുന്നവരുടെ ഒരു ഡ്രീം ബ്രീഡാണ്. യോക്കോഹാമ എന്ന് പറയും. ലോകത്തിൽ തന്നെ കോഴികളിൽ ഏറ്റവും ചെറിയ ബ്രീഡ് മലേഷ്യൻ സെറാമ എന്ന് പറയുന്നത്. നമുക്ക് സ്പേസൊക്കെ പ്രശ്നമുള്ളവർക്ക് ഒരു ചൈനീസ് കേജ്, ചെറിയൊരു ചൈനീസ് കേജ് ഉണ്ടെങ്കിൽ ഇവരെ വളർത്താൻ പറ്റും. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രീഡാണ്. അമേരിക്കൻ സിൽക്കീസാണ്. എപ്പോഴും എല്ലാ കാലത്തും നല്ല എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. സൈറസ് ബ്രോ ശരിക്കും പെറ്റ്സു സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്ര ആളായി? പെറ്റ്സു എന്നുള്ള പേരിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2020 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇത് ഞാനൊരു 18 വർഷമായിട്ട് ഇതിലുണ്ട്. നമ്മൾ ചെറുപ്പം തൊട്ടുള്ളത് നമ്മുടെ ഇത് പാഷനാണ്. നമ്മുടെ ഫാൻസി കോഴി എന്നുള്ള എല്ലാ പെറ്റ്സും നമുക്ക് ഭയങ്കര പാഷനാണ്. ഞാൻ കാനഡയിലാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇവിടെ നിന്ന് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് വിടും, അവിടുത്തെ കാര്യങ്ങളിലേക്ക് പോകും. പക്ഷെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്തു. എന്നെ സംബന്ധിച്ച് എനിക്കിത് ഭയങ്കര പാഷനാണ്. അലങ്കാര കോഴികൾ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 10-50 ബ്രീഡ് ഉണ്ട്. പോളിഷ് ക്യാപ്സ്, ബ്ലാക്ക് ഓണാഗോഡറി, കൊളംബിയൻ ബ്രഹ്മ, സെബ്രൈറ്റ്സ്, മലേഷ്യൻ സെറാമ, പിന്നെ ജാപ്പനീസ് ബാൻഡംസ്, ഗോൾഡൻ ലേസ്ഡ് ഓർഫിൻഡൻസ്, ബ്രഹ്മകൾ തന്നെ കൊളംബിയൻ ബ്രഹ്മ, പോസ്ലൻ ബ്രഹ്മ, പിന്നെ ഒഷാമോ, സിൽക്കീസ്, ഒത്തിരി ബ്രീഡ്സ് ഉണ്ട് നമുക്ക്. ഇതെല്ലാം പുറത്തെ ബ്രീഡ്സ് ആണ്. ഇന്ത്യൻ ബ്രീഡ്സ് ഇവിടെ ഒന്നുമില്ല. ഇന്ത്യൻ ബ്രീഡ്സ് എന്ന് പറയാൻ നമുക്ക് ഇവിടെ നാടൻ കോഴികളാണ് നമ്മുടെ ഇന്ത്യൻ ബ്രീഡ്സ് ആയിട്ട് വരുന്നത്. പക്ഷെ ഇതെല്ലാം നമുക്ക് ഇവിടെ വളർത്താൻ പറ്റും, പുറത്തുനിന്നാണെങ്കിൽ പോലും. നോർമലായിട്ട് നമ്മുടെ ഫാമിൽ ഉള്ളതെല്ലാം ഈ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ട സാധനങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത്. നമുക്ക് കോഴികൾ മാത്രമല്ല, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കോഴികളും താറാവുകളെയാണ് കാണിക്കുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പെറ്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ പെറ്റ്സ് ത്രൂ ചെയ്ത ഒരു വർക്കാണ് ഫ്ലോറ ആൻഡ് ഫോണ. അത് മൂന്നാർ പോകുന്ന റൂട്ടിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഫ്ലോറ ആൻഡ് ഫോണ ചെയ്ത വർക്ക് നമ്മൾ ത്രൂ ആണ് ചെയ്തത്. ഇതുപോലെ പെറ്റ്സിന്റെ പാർക്കൊക്കെ ആർക്കെങ്കിലും നമുക്ക് പുതിയതായിട്ട് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ ഇന്നത്തെ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പെറ്റ്സ് പാർക്കുകൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. ആൾക്കാർക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് സ്ഥലങ്ങൾ പോകാനില്ല. ഈ ഫാം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ എപ്പോഴും നമുക്ക് ഇവിടെ സ്റ്റാഫ് ഉണ്ട്. ലൊക്കേഷൻ വന്നിട്ട് എറണാകുളം ജില്ല, പെരുമ്പാവൂരിനും മൂവാറ്റുപുഴയ്ക്ക് ഇടയ്ക്കാണ് ഈ സ്ഥലം. ഐരാപുരം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അത് നമുക്ക് ലൊക്കേഷൻ വീഡിയോയിൽ ആഡ് ചെയ്യാം.